ഒരു ചോദ്യം. നിങ്ങൾ യുവജനങ്ങളാണ്. ആരാണ് മനുഷ്യൻ എന്നൊരു ചോദ്യം ഈ നിമിഷത്തിൽ ചോദിക്കുന്നു. ആരാണ് മനുഷ്യൻ? നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ വേഷം കേട്ടും കോമാളിത്തരം കാണിക്കും, ബഫൂൺ കളിച്ച് നടക്കും. കാരണം വില അറിയത്തില്ല. ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടി അതും ഇതും കാണിച്ച് നടക്കും. പക്ഷെ നമ്മുടെ വില മനസ്സിലാകുമ്പോൾ അതൊക്കെ മാറി ഡെപ്തുള്ള ഒരു ഇൻറ്റഗ്രിറ്റിയുള്ള പേഴ്സണാലിറ്റിയിൽ വളരും. അത് മർത്തോമ യുവജന സംഘത്തിനും മർത്തോമ സഭയ്ക്കും ഒരു വലിയ മുതൽക്കൂട്ടും ഒരു വലിയ ബലവുമായി തീരും. ആരാണ് മനുഷ്യൻ? ലോകത്തിൽ ആദ്യമായി മനുഷ്യൻ ആരെയെന്ന ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ. ഡാർവിൻ പറഞ്ഞു, മനുഷ്യൻ സമം വാല് മുറിഞ്ഞ കുരങ്ങ്. കാരണം കുരങ്ങിൻ്റെയും നമ്മുടെയും പെരുമാറ്റത്തിൽ നല്ല പൊരുത്തം അതുകൊണ്ട് എളുപ്പത്തിൽ ആൾക്കാർ വിശ്വസിച്ചു മനുഷ്യൻ വാല് മുറിഞ്ഞ കുരങ്ങ്. അപ്പോൾ ഡാർവിനോട് ചോദിച്ചു, മനുഷ്യൻ വാല് മുറിഞ്ഞ കുരങ്ങാണെങ്കിൽ വാല് മുറിയാത്ത കുരങ്ങ് മരത്തേന് ചാടി നടക്കുമ്പോൾ എൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗങ്ങളിൽ മനുഷ്യൻ ഈ കുതിച്ചു ചാട്ടും? ഉത്തരം കൊടുക്കാൻ ഡാർവിൻ പരാജയപ്പെട്ടു. എങ്കിലും ഒരു ഉത്തരം തന്നു, മനുഷ്യൻ വാല് മുറിഞ്ഞ കുരങ്ങ്. രണ്ടാമത് മനുഷ്യനെ നിർവചിച്ചു മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, മാൻ ഈസ് എ ബണ്ടിൽ ഓഫ് സെക്സ്. മനുഷ്യൻ സെക്സിൻ്റെ ലൈംഗികതയുടെ പാണ്ഡക്കേട്ട. കാരണം ഈ ഫ്രോയിഡ് കണ്ടതും ചികിത്സിച്ചതും ഭ്രാന്തന്മാരെയും ഭ്രാന്തികളെയാണ്. അപ്പോൾ ആ വികാരം അദ്ദേഹത്തിൽ പറഞ്ഞു, മനുഷ്യൻ സെക്സിൻ്റെ പാണ്ഡക്കേട്ടാണ്. അത് പ്രത്യേകിച്ച് ടീനേജിൽ കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യും. 13-ാം വയസ്സ് മുതൽ മുന്നോട്ടുള്ള കാലങ്ങളിൽ ഈ ചിന്താധാരകൾ, ക്യൂരിയോസിറ്റി, അറിയാനുള്ള ആഗ്രഹം, ആവേശമൊക്കെ ആയിട്ട് 200 എൻജിനീയറിംഗ് സ്റ്റുഡൻസിനെ ഞാൻ ഭരണങ്ങാനത്ത് ധ്യാനിപ്പിക്കുവാൻ 4 ദിവസങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ, എനിക്ക് കണ്ണടയ്ക്കുമ്പം പെണ്ണുങ്ങൾ തുള്ളുന്ന പോലെ തോന്നുകയാണ്, എനിക്ക് നിയന്ത്രിക്കാനേ പറ്റുന്നില്ല, ഞാൻ എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, ചാപ്പലിൽ പോയിരിക്കുക, അവിടെ ഒരു കുരിശിൽ, കാത്തലിക് പള്ളി ആയതുകൊണ്ട് കുരിശ് രൂപമുണ്ട്. അപ്പം ആ രൂപത്തിൽ കുരിശിൻ്റെ കാലിൽ നോക്കണം, ആണിയെ നോക്കണം, ചോരയെ നോക്കണം, എന്നിട്ട് കണ്ണടയ്ക്കണം, പിന്നെയും നോക്കണം. അങ്ങനെ 5 മിനിറ്റ് നിന്നെ തന്നെ ടേൺ ചെയ്യാൻ പറഞ്ഞു. അവൻ പോയി. 2 മിനിറ്റ് കഴിഞ്ഞപ്പം റോക്കറ്റ് പോലെ ഓടി വന്നു. ഞാൻ എന്നാ പറ്റി? എൻ്റെ അച്ചു, കണ്ണടയ്ക്കുമ്പം ഈശോയുടെ കാലാണേലും അല്പം കഴിയുമ്പോൾ അവിടെയും ഒരു പാദസരം കിടക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. ഇതാണ് പ്രായം. മാൻ ഈസ് എ ബണ്ടിൽ ഓഫ് സെക്സ്. മനുഷ്യ സെക്സിൻ്റെ പാണ്ഡം കേട്ട, പ്രത്യേകിച്ച് ടീനേജിൽ. ഒരു യുവാവ് പറയാം, എൻ്റെ അച്ചു, എനിക്ക് വയസ്സ് 21, ഒരു പെണ്ണിനെ നോക്കിയിട്ടുമില്ല, ഒരു പെണ്ണിനോട് എനിക്കൊരു വികാരം തോന്നുന്നുമില്ല, ഞാൻ വിശുദ്ധനായ മനുഷ്യനാണോ? അവനോട് പറയാനുള്ള മറുപടി, പൊന്നു മോനെ, നിന്റെ മർമ്മപ്രധാനമായ ഏതോ ഞരമ്പ് വിട്ടുപോയി എന്നുള്ളതാണ്. ആണാണോ ഇത് വികാരത്തിൻ്റെ കാലം, ഇത് വേലിയേറ്റത്തിൻ്റെ കാലം? ഇപ്പം ഫ്രോയിഡ് പറഞ്ഞു വെച്ച്, മാൻ ഈസ് എ ബണ്ടിൽ ഓഫ് സെക്സ്. മനുഷ്യ സെക്സിൻ്റെ പാണ്ഡക്കെട്ടാണ്. പിന്നീട് മനുഷ്യനെ നിർവചിച്ചു നിരീശ്വര ചിന്തകനായ നീറ്റ്ഷെ. നീറ്റ്ഷെ പറഞ്ഞു, ഈ ഭൂമി ഒരു ഗോളം, ഈ ഗോളത്തെ ഒരു ചർമ്മം കൊണ്ട് പൊതിഞ്ഞു. ഏറ്റവും മാരകമായ രോഗത്തിൻ്റെ പേര് രോഗത്തിൻ്റെ പേര് മനുഷ്യൻ. കൊണ്ട് മനുഷ്യൻ നടത്താവുന്ന അൾട്ടിമേറ്റ് ഓപ്ഷൻ ടു കമ്മിറ്റ് സൂയിസൈഡ്, ജീവിതം അവസാനിപ്പിക്കുക. ഇതായിരുന്നു ഈ നീറ്റ്ഷെയുടെ വാക്ക്. അദ്ദേഹത്തിന് സമകാലികനായിരുന്നു ജീൻ പോൾ സാർത്ത്. സാർത്ത് പറഞ്ഞു, ഞാൻ മനുഷ്യനെ കാണുന്നില്ല, ഞാൻ കാണുന്നത് ശരീരങ്ങളെയാണ്, അഴുകുന്ന ശരീരങ്ങളെ. അതുകൊണ്ട് എനിക്ക് ഓക്കാനിക്കാൻ വരുന്നു മനുഷ്യനോട് അറപ്പ്. പിന്നെ കാഫ്കെ, കാമു, പാശ്ചാത്യ ചിന്തകർ പലതും പറഞ്ഞു വെച്ചു. അങ്ങനെ പറഞ്ഞു വെച്ചപ്പോൾ അത് മാതൃഭൂമി, മലയാളം, കലാകൗമുദി വാരികകളിൽ ആ ചിന്താധാരകൾ കടന്നു വന്നു. അത് വായിക്കുന്ന ഒരു യുവജന ലോകം കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് തോന്നി, എനിക്കൊരു വിലയില്ല, ഞാൻ വിലയില്ലാത്ത മനുഷ്യനാണ്, അങ്ങ് തീർന്നു പോകുന്ന ജീവിതം, എനിക്കൊരു വിലയില്ല, എനിക്കൊരു ഈടുമില്ല. എങ്കിൽ ഇന്ന് നമ്മുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിൽ ഒരു ചോദ്യം അച്ഛൻ ചേർത്ത് ചോദിക്കാം. ഒരു കാറ് പുത്തൻ കമ്പനി ഇറക്കുമ്പോൾ കാറിൻ്റെ വില നിശ്ചയിക്കുന്നത് ഓട്ടോത്തൊഴിലാളിയല്ല, കശാപ്പുകാരനല്ല, ടാപ്പിംഗ് തൊഴിലാളിയല്ല. കാറിൻ്റെ വില നിശ്ചയിക്കുന്നത് കാറുണ്ടാക്കിയ കമ്പനിക്കാരാണ്. മനുഷ്യനെ വില നിശ്ചയിക്കുന്നത് മാർക്സ് അല്ല, എംഗൽസ് അല്ല, ഫ്രോയിഡ് അല്ല, ഡാർവിനല്ല. മനുഷ്യനെ വില നിശ്ചയിക്കുന്നത് നിങ്ങളെ എന്നെയും സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവം പറയും, യേശയ്യ 43:1 മുതൽ വാക്യങ്ങൾ, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനും ബഹുമാന്യനുമാണ്. പ്രിയപ്പെട്ടവനും ബഹുമാനും അമൂല്യനുമാണ്. എനിക്ക് വില തരുന്ന ദൈവം പറയുന്നു, ഞാൻ വിലയുള്ള ആളാണ്.
ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു സീനിയർ പ്രീസ്റ്റ് പറഞ്ഞു, എൻ്റെ അച്ഛ, എനിക്കിത്രയും വിലയുണ്ടെന്ന് പിടികിട്ടിയത് 30 വർഷം മുമ്പാണ്. അതെന്താ? ഹൃദയത്തിൻ്റെ വാൽവ് സൂക്ഷിച്ചു പോയി. ഇത്രയും നീളത്തിൽ സൂക്ഷിച്ചു പോയ വാൽവ് മദ്രാസ് അപ്പോളോ ഹോസ്പിറ്റലിൽ മാറ്റി വെച്ചപ്പോൾ അതിൻ്റെ അന്നത്തെ വില 65,500 രൂപ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛ എന്നെ മൊത്തം മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയാവും? എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനും ബഹുമാന്യനുമാ ദൈവം നമുക്ക് ഒരു വലിയ വില തരുന്നു. ആ വിലയുടെ വെളിച്ചത്തിൽ നമ്മൾ ആരെന്ന് ഈ മണിക്കൂറിൽ ഒന്ന് ചിന്തിക്കുന്നു. സൃഷ്ടിയുടെ മകുടമാ മനുഷ്യൻ. ഉൽപ്പത്തി 1 നമ്മൾ വായിക്കുന്നു 25ഉം 26ഉം വാക്യങ്ങൾ. ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ലോകത്തില്ലാത്തൊരു വലിയ പ്രത്യേകതയാണ്. മോഡേൺ ഇക്കോളജി, ആധുനിക പരിസ്ഥിതി ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ 12 കോടി ജീവവർഗങ്ങൾ. ആ 12 കോടി ജീവവർഗങ്ങളുടെ കിരീടമാണ് മനുഷ്യൻ. ഒരു ജീവിക്കാത്ത പ്രത്യേകത നമുക്കുണ്ട്, പ്രത്യേകിച്ച് 4 പ്രത്യേകതകൾ. നിങ്ങൾ യൂത്താണ്, യുവജനങ്ങളാണ്. നമ്മളുടെ 4 പ്രത്യേകത ഈ യുവത്വത്തിൽ തിരിച്ചറിയണം. 1 ഇൻ്റലക്റ്റ്, 2 ഫ്രീഡം, 3 കോൺഷ്യൻസ്, 4 ഇമ്മോർട്ടാലിറ്റി. ഇത് 4 മനുഷ്യൻ്റെ 4 പ്രത്യേകതകൾ. ഇൻ്റലക്ച്വൽ പവർ, ബുദ്ധിശക്തി; ഫ്രീഡം, സ്വാതന്ത്ര്യം; കോൺഷ്യൻസ്, മനസാക്ഷി; ഇമ്മോർട്ടാലിറ്റി, അമർത്യത. ഇത് 4. ഇവിടെ ഇന്ന് ഏത് കൊച്ചു കുഞ്ഞിനും ഏറ്റവും പ്രായമുള്ള ആൾക്കും ദൈവം ഈ 4 സമ്മാനം തന്നിട്ടുണ്ട്. 1 ബുദ്ധിശക്തി. ലോകത്തെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ജീവി നമ്മളാണ്. ഒരു കമ്പ്യൂട്ടർ എടുത്താൽ ആ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ഫീഡ് ചെയ്തോ അതുപോലെ തിരിച്ചു തരും. ഒരു മുറിക്ക് തീ പിടിക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഉരുണ്ടു പോകാൻ പറ്റിയല്ല. ഞാൻ മൊത്തം കത്തിപ്പോയാൽ കണക്ഷൻ പോകുമല്ലോ, ചിന്തിക്കാൻ പറ്റിയല്ല. ബുദ്ധിയുള്ള മനുഷ്യൻ തീ കത്തുമ്പോൾ കമ്പ്യൂട്ടർ എടുത്തു മാറ്റണം. ഒരു അപകടത്തിൽ തലച്ചോറിന് വലതുവശത്ത് ഡാമേജ് വന്നാൽ സ്നേഹം, കരുണ, ദയ ചോർന്നു പോകും. ഇടതുവശം തകർന്നാൽ റീസണിങ് പവർ, മെമ്മറി പവർ തീർന്നു പോകും. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിശക്തിയുള്ള ജീവി മനുഷ്യൻ. അതുകൊണ്ട് കിട്ടിയ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കണം, വളരണം, ഉന്നത സ്ഥാനങ്ങളിലെത്തണം. ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് അത് വേസ്റ്റാക്കി, പാഴാക്കി, ദുഷിച്ച കൂട്ടുകെട്ടിൽ നശിപ്പിക്കരുത്. എൻ്റെ സഭയോടും സമുദായത്തോടും ഇടവകയോടും ചേർന്ന് നിന്ന് എൻ്റെ ഭൗതിക തലത്തിൻ്റെ കൺട്രിബ്യൂഷൻ ഞാൻ ദേശത്തിന് കൊടുത്ത് ഞാൻ വളരണം. അങ്ങനെ വളരാനുള്ള വിളി ബുദ്ധിശക്തി. 2 സ്വാതന്ത്ര്യം. എന്താ സ്വാതന്ത്ര്യം? നമുക്ക് മാത്രമുള്ളതാണ് സ്വാതന്ത്ര്യം. ഇത്രയും പേരിരുമുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൽ ചിലരെ ഒരു കാലത്ത് പൂജപ്പര ജയിലിൽ കാണും, ചിലരെ ഒരു ബാർ ഹോട്ടലിൽ കാണും, ചിലർ സിഗരറ്റ് വലിക്കുന്നിടത്ത് കാണും, ചിലർ എപ്പോഴും തട്ടുകടയിൽ നിരങ്ങുന്നത് കാണും. പക്ഷെ വേറെ ചിലർ സഭയിൽ ഒരു പ്രൊഫസറായി, ഒരു എൻജിനീയറായി, IAS ഓഫീസറായി, CA അങ്ങ് വളരുന്ന കാണാം. 2 സാധ്യത നമുക്കുണ്ട്. ഇപ്പോഴേ ലക്ഷ്യം വെച്ചോ ഉയരങ്ങളിലെത്തും, ചുമ്മാ ഉഴപ്പിയോ ജീവിതം തീർന്നു. 2 സാധ്യതയുണ്ട്. അപ്പം ഈ 2 സാധ്യത ഉള്ളതുകൊണ്ടാണ് ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് താരാട്ട് പാടും. നിങ്ങൾ കേട്ടിട്ടുണ്ട്, അമ്മമാർ താരാട്ട് പാടും. എന്താണ് താരാട്ട്? രാരോ രാരി രാരു. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി, പല്ലവി, ഈരടി അമ്മ വെറുതെ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിന് മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എന്താണ് ആ ചോദ്യം? എൻ്റെ ദൈവമേ, തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? ഇത് ശിവരശനാണോ, വീരപ്പനാണോ, ഒസാമ ബിൻ ലാദനാണോ, ഹമാസിൻ്റെ സന്താനമാണോ? ഇതാരാരോ? ഇതാരീരാരോ? ഈ കിടക്കുന്നത് രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണോ, ഊർജ്ജതന്ത്രക്കാരി സരിത നായരാണോ, നയതന്ത്രക്കാരി സ്വപ്ന സുരേഷാണോ? ഇതാരീരാരോ? ഒരു പിടിയുമില്ല. നമുക്ക് നല്ലവരാകാനും പറ്റും, മോശമാകാനും പറ്റും. 2 സാധ്യത. എൻ്റെ സഭ തരുന്ന പ്രബോധനമനുസരിച്ച് വിശുദ്ധി ജീവിക്കുമ്പം എനിക്ക് നന്നാകാൻ പറ്റും. ചില ഉഴപ്പുന്ന കൂട്ടുകാർ വരുന്ന പോയാൽ എനിക്ക് മോശമാകാൻ പറ്റും. 2 സാധ്യത. ശരിക്കും സ്വാതന്ത്ര്യം ഉപയോഗിച്ചാൽ വലിയ മനുഷ്യരാകും, ദുരുപയോഗിച്ചാൽ മോശം മനുഷ്യരായിട്ട് മാറും. 1 ബുദ്ധിശക്തി, 2 സ്വാതന്ത്ര്യം, 3 മനസാക്ഷി. ദൈവം തന്ന വലിയ സമ്മാനമാണ് മനസാക്ഷി. കാളയുടെ ചങ്ക്, പോത്തിൻ്റെ ചങ്ക്, കോഴിയുടെ ചങ്ക്, പന്നിയുടെ ചങ്ക്. പക്ഷെ മനുഷ്യന് മനസാക്ഷി. ഒരു സിംഹം ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ വയറ് നിറയുമ്പോൾ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങും. എന്നാൽ ഒരു മനുഷ്യനെ കൊന്നാൽ ഉറങ്ങാൻ പറ്റിയല്ല, കിടന്ന് ഉരുളും.
കൊതുക് ബിന്ദ പ്രാണി, ഒരു മൂരി എരുമ പശുവിനെ കടിച്ചാൽ അടുത്തുള്ള മരത്തേൽ മതിലേൽ 2 തിരുമ ഒറ്റ ഒരുമ. മൃഗത്തിൻ്റെ കടി തീർന്നു. മൃഗത്തിൻ്റെ കടി തൊലിക്കടി, മനുഷ്യൻ്റെ കടി മനക്കടി എന്നാണ് പറയുക. നമുക്ക് മാത്രമുള്ള സമ്മാനം ഈ മനസ്സാക്ഷി. വീട്ടിലെ പൂച്ച, അമ്മ അടുക്കള നിൽക്കുമ്പോഴല്ല, അകത്ത് കയറി മുഴുത്ത മീൻ കഷ്ണം കടിച്ചുകൊണ്ട് പോവുക. പൂച്ചയ്ക്കറിയാം പിടിക്കപ്പെട്ടാൽ നാണക്കേട്, മർജാരഗോത്രത്തിന് മാനഹാനി, വീട്ടിൽ നടക്കുന്ന വകുപ്പ്. അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി അകത്ത് ചെന്നിരിക്കുമ്പോൾ പൂച്ച ഒതുക്കത്തിൽ ജനലങ്ങൾ വന്ന് അടക്കത്തിൽ അകത്ത് കയറി തിടുക്കത്തിൽ മീനുമെടുത്ത് സ്പീഡിൽ ഒറ്റ ഓട്ടം. പൂച്ചയ്ക്കുണ്ടോ സൺഡേ കാറ്റക്കിസം, പൂച്ചയ്ക്കുണ്ടോ മോറൽ ക്ലാസ്. പക്ഷെ തിരുത്താൻ പറ്റിയല്ല, നമുക്ക് പറ്റും. അച്ഛൻ ഈ ചെറിയ ചിന്ത നമുക്ക് നോക്കുമ്പോൾ ഇതിനൊരു സ്പാർക്ക് നിങ്ങളിൽ വരും. കാരണം മനസ്സാക്ഷിയുണ്ട്. ഞായറാഴ്ച വൈദികൻ വചനം മുറിക്കുമ്പോൾ ഒരു ചെറിയ പൊരി മനസ്സിൽ വരും, അത് മനസ്സാക്ഷി ഇല്ലെങ്കിലോ ചുമ്മാ അങ്ങ് ഓടിപ്പോവും ജീവിതം. അപ്പോൾ നിങ്ങൾ പറയുക ജോസഫ് അച്ഛൻ മനസ്സാക്ഷി എന്ന് പറയും, അതിരിക്കുന്ന സ്ഥലം കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഞാനിപ്പം പറയും, ആരും പരിശോധിച്ചേക്കരുത്, ഭാവനയെ വെച്ചാൽ മതി. ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കിച്ചണിൽ ചെന്ന് ഏറ്റവും മൂർച്ചയുള്ള ഒരു കരക്കത്തി എടുക്കണം. കിടക്കുന്ന മുറി വരിക, വാതിൽ അടച്ചിടുക, ഡിം ലൈറ്റിൽ കട്ടിലിരുന്ന് തൊണ്ട മുതൽ പൊക്കിളിൻ്റെ അവിടെ വരെ കീഴോട്ട് കത്തിക്കൊണ്ട് നേരെ കീറിയിട്ട് വാരിയലിലും മാംസം പൊക്കി പിടിക്കുക. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണാം. ഒരു വൃത്തത്തിനകത്ത് ഒരു ത്രികോണം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വിതിൻ എ സർക്കിൾ ദർ ഇസ് എ മൂവിങ് ട്രയാങ്കിൾ. ഈ മൂവിങ് ട്രയാങ്കിൾ മൂവ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വന്ന് ഇതിൻ്റെ മൊന വൃത്തത്തിലൊന്ന് കുത്തും. ആ കുത്തിൻ്റെ പേരാണ് മനസ്സാക്ഷി കുത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ കുത്തു വന്നുകൊണ്ടിരിക്കും. പ്രിക് ഓഫ് കോൺഷ്യസ്. ഉദാഹരണത്തിന്, അന്തസ്സില്ലാത്ത വാക്ക് എൻ്റെ അമ്മയോട് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സാക്ഷി കുത്തും. മാന്യതയില്ലാത്ത വാക്ക് എൻ്റെ അപ്പനോട് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുമ്പം മനസ്സാക്ഷി കുത്തും. ഒരു മർത്തോമാ സഭയുടെ അംഗമെന്ന രീതിയിൽ സഭയ്ക്കും സമുദായത്തിനും ചേരാത്ത ഒരു പെരുമാറ്റം സംസാരം വന്നാൽ ത്രികോണം വൃത്തത്തെ കുത്തും. അങ്ങനെ കുത്തുമ്പോൾ നമ്മൾ തിരുത്തും. ചില ആൾക്കാരുണ്ട്, ത്രികോണം വന്ന് വൃത്തത്തെ കുത്തുമ്പം തെന്നി മാറി പോകും. കുറേ കഴിയുമ്പം ത്രികോണത്തിൻ്റെ മന വൃത്തത്തിൽ ഒരുമി സാവധാനം ഈ കുത്തുപോയിട്ട് ഇക്കിളി എന്ന ഒരു വികാരത്തിലേക്ക് വരും. എന്നാ തെമ്മാടത്തരം കാണിച്ചാലും ഒരു മനക്കടിയിൽ ഇക്കിളി. അത് മനസ്സാക്ഷിയില്ലാത്തവരാ. ദൈവം തന്ന സമ്മാനം മനസ്സാക്ഷി. 1 ബുദ്ധിശക്തി, 2 സ്വാതന്ത്ര്യം, 3 മനസ്സാക്ഷി, 4 ഇമ്മോർട്ടാലിറ്റി, അമർത്യത. നമുക്കറിയാം ഈ മരണശേഷം ഒരു ജീവിതമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. മത്തായി എന്ന് പറയുന്ന ആൾ ചുങ്കക്കാരനായിരുന്നു. ഇപ്പോൾ ക്രിസ്തു മത്തായിയുടെ അടുത്തൂടെ പോയപ്പോൾ ഈ മത്തായി ഈ എല്ലാവരും പിരിക്കുന്ന ആളാണ്. വല്ലതും ഉണ്ടെന്ന് നോക്കി പിരിക്കും. അപ്പോൾ മത്തായി യേശുവോട് ചോദിച്ചു, വല്ലതും ഡിക്ലെയർ ചെയ്യാനുണ്ടോ? എയർപോർട്ടിൽ നിന്ന് വരുമ്പം ഡിക്ലെയർ ചെയ്യാനുള്ള സാധനമുണ്ടോ? വല്ലതും ഡിക്ലെയർ ചെയ്യാൻ. ഈശോ പറഞ്ഞു, ഡിക്ലെയർ ചെയ്യാനൊന്നുമില്ല, ഡിക്ലെയർ ചെയ്യാൻ ഒന്നേ ഉള്ളൂ, ദ കിങ്ഡം ഗോഡ്. അത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വേറെ എൻ്റെ അതൊരു വസ്തുവും ഡിക്ലെയർ ചെയ്യാനില്ല. ഈ മത്തായി യേശുവിൻ്റെ പുറകെ പോകുമ്പോൾ മത്തായി എല്ലാം ഉപേക്ഷിച്ചപ്പോൾ പറഞ്ഞു, ഒരു പേന മാത്രം എനിക്ക് വേണം, ഒരു പേന മാത്രം. അതെന്താ? AD 70 ശേഷം നിൻ്റെ സുവിശേഷം എഴുതാൻ ഒരു പേന മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട, ഇത് മാത്രം മതി. അപ്പം ഈ മത്തായി യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകുമ്പോൾ മത്തായി പറഞ്ഞു വെച്ചു, വീണ്ടും എഴുതി ചേർത്തും അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർപ്പ് നമുക്കൊക്കെ ഉറപ്പാണ്, ഇവിടം കൊണ്ട് തീരുകയല്ല. വീട്ടിലെ പട്ടിക്ക് ശ്വാസം മുട്ടൽ വന്നാൽ പട്ടിയെ നമ്മൾ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി ICUവിൽ അഡ്മിറ്റ് ചെയ്ത് കൃത്രിമശ്വാസം കൊടുക്കുകയല്ല. ഏതെങ്കിലും മാവേലോ പ്ലാവേലോ പോശയിലോ പട്ടിയെ പൂട്ടിയിടും. അതേ എന്നുവെച്ച് പറയും, പൊന്നു പട്ടി അവിടെ കിടന്ന് വലിച്ച് ചത്തോ പട്ടി. അതേസമയം 80 ദിവസത്തിൽ വല്യപ്പന് ശ്വാസം മുട്ടലും അണപ്പും കിളപ്പും വന്നാൽ ജനലും വാതിലും തുറന്നിട്ട് വല്യപ്പനെ കട്ടിലേക്ക് എടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും പറയുമോ, പൊന്നു വല്യപ്പ അവിടെ കിടന്ന് വലിയപ്പ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവുകയല്ല. നമുക്കറിയാം 6 അടി പൊക്കമില്ലാത്ത അപ്പനിൽ ആകാശം വിട്ട് വരുന്ന ഒരാത്മാവുണ്ട്. നമുക്കുറപ്പ് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഇത് 4 നമ്മുടെ പ്രത്യേകതയാണ്. ബുദ്ധിശക്തി, സ്വാതന്ത്ര്യം, മനസാക്ഷി, അമർത്യത ഉണ്ട്. നമുക്കറിയാം നമ്മുടെ കാലങ്ങൾ വളരെ വേഗം കടന്നു പോകും. ഇപ്പം നല്ല ചെറുപ്പമാണ്, നല്ല ഒന്നാന്തരം പ്രവൃത്തികൾ കാഴ്ചവെക്കേണ്ട സമയമാണ്. രക്തവും മജ്ജയും മാംസവും സമുദായത്തിനും സഭയ്ക്കും ലോകത്തിനും വേണ്ടി കൊടുക്കേണ്ട സമയമാണ്. കുറേ കഴിയുമ്പോൾ ആഗ്രഹിച്ചാലും നടക്കാതെ വരും. അപ്പം നമ്മൾ നല്ല രക്തത്തിളപ്പിൽ
ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച് കടന്നു പോകണം. മനുഷ്യൻ്റെ ആയുസ് 10 കാലങ്ങളെന്നാണ് പറയുക. ആത്മീയ ആചാര്യന്മാർ മനുഷ്യൻ്റെ ആയുസ്സിനെ 10 കാലങ്ങളായി മുറിക്കും. അവർ പറയും കുളി 1, കളി 10, എന്ത് 20, മുറി 30, നെറി 40, വെറി 50, ചൊറി 60, തെറി 70, ചിരി 80, കുഴി 90. 10 കാലങ്ങൾ. ഒന്നാം ഘട്ടം കടന്നു വരെ നിങ്ങളൊക്കെ കുളി 1. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്കിഷ്ടം കുളിച്ചുകൊണ്ടിരിക്കുക. ഏത് വെള്ളം കിട്ടിയാലും കോരി കുളിക്കുക. കലക്ക വെള്ളം, കഞ്ഞിവെള്ളം, കാടി വെള്ളം, ഓസിലെ വെള്ളം, ഓടയിലെ വെള്ളം, ഓലിയിലെ വെള്ളം, എന്ത് കിട്ടിയാലും കോരി കുടിക്കുക. വയറെ സോപ്പ് തേച്ച് പതയ്ക്കുക. ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. ചില കൊച്ചുപിള്ളേരെ കാണാം, ഒരു സാമ്പിൾ സോപ്പ് തീരുന്നത് വരെ വയറിനിങ്ങനെ പതച്ചുകൊണ്ടിരിക്കും. മുതിർന്നവരായ നമ്മളും ഏറ്റവും ആസ്വദിക്കുന്നത് ഷവറിന് കീഴേ നിന്ന് വയറെ സോപ്പ് തേച്ച് പതച്ച് കുളിക്കുമ്പോഴാണ് മൂളിപ്പാട്ടുകൾ. മസ്ത് മസ്തി ഹേ മുസ്തഫ മുസ്തഫ ഇവിടെ തിരുമ്പുമ്പോഴാണ്. അപ്പോൾ കുളി 1, കളി 10. 2ാം ഘട്ടം 10നും 20-നും കളി. കൂടുകൂടു, കുറ്റിപ്പന്ത്, ക്രിക്കറ്റ് കളി, കളിയോട് കളി, കളിക്കാനോട്ടം. കുളി 1, കളി 10, എന്ത് 20. അത് ടീനേജിൽ ആരംഭിക്കുന്നു. ചോദ്യങ്ങൾ. എന്തിനേയും ചോദ്യം ചെയ്യും. എന്നാ പള്ളി, എന്നാ പട്ടക്കാർ, എന്നാ കുർബാനയാ, എന്നാ ഉമസാരവ, എന്നാ ധ്യാനമാ, എന്തിനേയും ചോദ്യം ചെയ്യും. എന്ത് 20. മുറി 30 വയസ്സായോ വെട്ടൊന്ന്, മുറി 2. ഞാനും എൻ്റെ ഭാര്യയും പറയും, ഞാനും എൻ്റെ ഭർത്താവും പറയും. ആരും ഞങ്ങളെ ഒളിപ്പിക്കാനും പഠിപ്പിക്കാനും നോക്കണ്ട, ഞങ്ങൾ പറയും കേട്ടോണ്ടാൽ മതി. മുറി 30. നെറി 40. നേരിനെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് 40 കഴിയുമ്പോഴാണ്. 40 കഴിയുമ്പം ദേഹത്തിൻ്റെ ഇളക്കം ഒന്ന് കുറയും, രക്തത്തിൻ്റെ തിളപ്പ് ഒന്നയയും, ഭാര്യ ഭർത്താവിനെ അമക്കും, ഭർത്താവ് ഭാര്യയെ ഒതുക്കും, മക്കൾ മാതാപിതാക്കളെ ഇരുത്തും, ഒരു മാറ്റം വരും. നെറി 40. വെറി 50. വെറിവ്, വിവരം വെക്കുന്നത് 50കളില്ല. 50 ആകുമ്പോൾ ഓർക്കും ആയുസ്സിന് പകുതി കഴിഞ്ഞു, ഇത്രയും കാലമില്ല, ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചേക്കാം, ഒരു വീണ്ടും വിചാരം. ചൊറി 60. 60നും 70-നും കാരണവന്മാർ മക്കളോടും മക്കളുടെ മക്കളോടും വെറുതെ കുത്തിയിരുന്ന് ചൊറിഞ്ഞ വർത്തമാനം പറയാൻ തുടങ്ങും. ഒരാവശ്യമില്ലാത്ത വർത്തമാനം. ചൊറി 60. തെറി 70. 70 വയസ്സാകുമ്പോൾ കുട്ടിക്കാലത്ത് പഠിച്ചതും പിന്നെ മറന്നതുമായ കൊച്ചു തെറി നാക്കെ തേടി വരും. കട്ടുകൂടുതല്ല, കോപ്പ്, കിഴങ്ങ്, മാട, കോട, കുന്തം, കൊടച്ചക്രം, ഇത് കൂടി വാക്ക് പറയും. ചിരി 80. 80 അറിയാം, സീസൺ 4 കഴിഞ്ഞു, സീസൺ 5 ആരംഭിക്കുന്നു. ഡേഞ്ചറസ് സോണാണ്. ഇനി എൻട്രി ഇല്ല, എക്സിറ്റിനാണ് സാധ്യത. എല്ലാം കാണുക, കുത്തിയിരിക്കുക, ചുമ്മാ ഇത് ചിരിക്കുക. ചിരി 80. കുഴി 90. 90 വയസ്സായ പിന്നെ മരണത്തിൻ്റെ ഓർമ്മകളാണ്. 10 വയസ്സ് വരെ പാടും കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന്. 20 ആകുമ്പോഴോ അനുരാഗവിലോചിതരായി. ഒരു 80 കഴിയുമ്പോഴോ സമയമം രഥത്തിൽ ഞാൻ. നമ്മുടെ വർത്തമാനത്തിലും അങ്ങനെയാണ്. കുഞ്ഞുനാളിൽ നെല്ലിക്ക ഉണ്ടോ, പുളിയുണ്ടോ, കണ്ണിമാങ്ങ ഉണ്ടോ, പേന ഉണ്ടോ, പെൻസിലുണ്ടോ. യുദ്ധത്തിൽ എങ്ങനെയുണ്ട് കക്ഷി, നല്ല ചരക്കാണോ, കൊള്ളാവുന്ന ടീമാണോ, ഇത് കൂടി വർത്തമാനം വരും. ഒരു 50കളിൽ രാഷ്ട്രീയം, സയൻസ്, ഹിസ്റ്ററി നോക്കും. ഒരു 70 ആകുമ്പം പത്രം നോക്കും. നിര്യാതർ ആയവരുടെ കോളം. ചത്ത കക്ഷി നമ്മുടെ പ്രായമാണോ, അത് കൂടിയതാണോ, നമ്മളെക്കാൾ കുറഞ്ഞതാണോ, നമുക്കിതാണ് ജീവിതം. ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറി ഇപ്പം നല്ല എന്താ എന്ന് ചോദിക്കുന്ന കാലമാണ്. ബഹുഭൂരിപക്ഷം പേര് ചോദ്യം ചെയ്യും, സംശയം വീഴുന്ന കാലം. ഇപ്പം 4 പ്രത്യേകതകൾ: ബുദ്ധിശക്തി, സ്വാതന്ത്ര്യം, മനസാക്ഷി, അമർത്യത. ഇത് 4 ഉള്ളതുകൊണ്ട് 4 ബന്ധങ്ങൾ സ്ഥാപിച്ച് വളരണം. മർത്തോമ യുവജന സംഘത്തിലെ അംഗങ്ങൾ 4 ബന്ധങ്ങൾ സ്ഥാപിച്ച് വളരണം. ഞാൻ നമ്മുടെ അമേരിക്ക, UK, ഓസ്ട്രേലിയ, ഗൾഫിലൊക്കെ ഈ യുവജന സംഘത്തിൻ്റെ പ്രോഗ്രാമിൽ ഞാൻ ഗസ്റ്റ് സ്പീക്കറായിട്ട് പോയിട്ടുണ്ട്. എന്തോ ഒരു പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുക. ആ ബന്ധങ്ങളെ ശ്രദ്ധിക്കുക. 4 ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിവുണ്ട്. 1 ദൈവത്തോട്, 2 മനുഷ്യരോട്, 3 മനസാക്ഷിയോട്, 4 പ്രകൃതിയോട്. അങ്ങനെ വേണം നമ്മൾ വളരാൻ. ദൈവത്തോട് സഭയുടെ വിശുദ്ധ കുർബാന, സഭയുടെ യാമപ്രാർത്ഥന, സഭയുടെ വേദപുസ്തക പ്രബോധനം, പാരമ്പര്യങ്ങൾ, അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ദൈവത്തോട് നമ്മൾ ബന്ധപ്പെടണം. ഒരു പക്ഷേ സെക്യുലറായിട്ട് പോകുന്ന
ഒരുപാട് യുവജനങ്ങളെ കാണുമ്പോൾ ആ വഴിത്താരെ പുണരേണ്ടതല്ല നിങ്ങൾ. നിങ്ങളുടെ മാതാപിതാക്കളും അമ്മ മുലപ്പാലിനിപ്പം പകർന്നു വന്ന സഭയുടെ മൂല്യങ്ങൾ, വിശുദ്ധ പാരമ്പര്യങ്ങൾ കളയാതെ സൂക്ഷിക്കണം. സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കണം, ബൈബിൾ പഠിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഒരു കൂട്ടം എല്ലാം ഓർഗനൈസ് ചെയ്ത് നടക്കും. അവർ പള്ളി കയറത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല. ഇത് വേണം. ദൈവത്തോട് ബന്ധപ്പെടണം, ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു ജീവിതം. 2, മനുഷ്യരോടുള്ള ബന്ധം. കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികൾ ചുറ്റുപാടും ചെയ്യണം. മർത്തോമാ യുവജന സഖ്യം നിങ്ങൾ ചാരിറ്റി പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, പല പള്ളികളിലും കണ്ടിട്ടുണ്ട്. പരസ്നേഹ പ്രവൃത്തികൾ, ജീവകാരുണ്യ പ്രവൃത്തികൾ, അതിൽ വീഴ്ച വരുത്തരുത്. ചെറുതും വലുതുമായ കൊച്ചു കൊച്ചു നന്മകൾ, പരസ്നേഹ പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പം ദൈവത്തോട് ബന്ധം. 2, മനുഷ്യരോട് ബന്ധം. 3, മനസ്സാക്ഷിയോട് ബന്ധം. ഒരു വണ്ടി എത്ര സ്പീഡിൽ പോകുമ്പോഴും പെട്രോൾ പമ്പ് കാണുമ്പോൾ നിൽക്കും. പെട്രോൾ അടിക്കാതെ, ഡീസൽ അടിക്കാതെ വണ്ടിക്ക് ഓടാൻ പറ്റിയല്ല. ഒരു ടോർച്ച് എത്ര ഭംഗിയായി ജ്വലിച്ചാലും ബാറ്ററി മാറ്റാതെ, ചാർജ് ചെയ്യാതെ ജ്വലിക്കാൻ പറ്റിയല്ല. നമ്മൾ എത്ര മിടുക്കന്മാരും മെഡിക്കലുമാണേലും ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് ഒന്ന് ചിന്തിക്കണം. ദൈവമേ, ഞാൻ ഈ പോക്ക് പോയാൽ ഒരു പോക്കാണോ, ഈ പോക്ക് പോയാൽ ഒരു പോക്കാണോ? ലോകം എന്നെ മുഴുവൻ കാണുന്നില്ല, ദൈവമേ നീയാ കാണുന്നത്. ഞാൻ തിരുത്തേണ്ട മേഖലയുണ്ടോ, എവിടെ തിരുത്തണം എന്നൊരു ചിന്ത. ഇതാണ് മനസ്സാക്ഷി ബന്ധം. 4, പ്രപഞ്ചബന്ധം. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനങ്ങൾ എല്ലാ സഭകളിലും അത് ശ്രദ്ധിക്കാറുണ്ട്. പ്ലാസ്റ്റിക് നിരോധിക്കുന്ന, അത് വേണ്ടാന്ന് വെക്കുന്നതിൽ മുൻ ലീഡർഷിപ്പ് എടുക്കുന്നത് യുവജന പ്രസ്ഥാനങ്ങളാണ് പല ദേവാലയങ്ങളിലും. അപ്പം നമുക്കൊരു പ്രകൃതിയോട് നല്ല ഒരു ബന്ധം വേണം. അത് ആരംഭിക്കേണ്ട പെരയ്ക്കകത്താണ്. ചില ആമ്പിള്ളാരുടെ മുറിക്കകം കണ്ടാൽ ദൈവമേ, എഴുന്നേറ്റ് പോകുന്ന കട്ടിലുമറ്റും കണ്ടാൽ യേശുക്രിസ്തുവിൻ്റെ കല്ലറ പോലെ ലുങ്കി പറിച്ച് കാൽക്കലും പുതപ്പി വിട്ട് തലയ്ക്കലും വെച്ചിട്ടുണ്ട്. ഒരു ചിട്ടയും ക്രമവും വേണം. കിടക്കുന്ന മുറിയിൽ ഒരു നീറ്റ്നെസ് വേണം. പഠിക്കുന്ന മേശപ്പുറത്ത് ഒരു ക്രമം വേണം. മുറിക്കകത്തുള്ള ക്രമീകരണങ്ങൾ ഒരു ചിട്ട വേണം. അതുകൊണ്ടാണ് സിനിമയിൽ ഇന്ദ്രൻസ് പറയുന്നുണ്ട് മകനോട്, മോനെ, നിൻ്റെ മുറിയുടെ അകം നിൻ്റെ മനസ്സാണ് ഞാൻ കാണുക. ചിട്ടയില്ലാത്ത, ക്രമമില്ലാത്ത മുറിക്കകം നിൻ്റെ മനസ്സാ. അപ്പം നമുക്ക് ആ ഒരു ചിട്ടയും ക്രമവും വേണം. പ്രകൃതിയോട് നമുക്ക് ഒരു നല്ല ബന്ധം വേണം. സിംഗപ്പൂരിൽ ചിലപ്പോൾ കണ്ടു ഒരു കൊച്ചുകുട്ടി മുട്ടായി നിന്നിട്ട് മുട്ടായിയുടെ കടലാസം കൊണ്ട് നടക്കുക. കുറേ ദൂരം ബേസ്മെൻറ്റിൽ കൊണ്ടുപോയി അത് ചെയ്യിടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു അച്ചായൻ സിംഗപ്പൂരിൽ പോയി തിരിച്ച് വന്നിട്ട് പറഞ്ഞു, അവിടുത്തെ ചിലവ്, എൻ്റെ മകന് കിട്ടുന്ന ശമ്പളം അവൻ ശരിക്കും തുപ്പാൻ പോലും തികയില്ല. കാരണം സിംഗപ്പൂരിൽ വഴിയിൽ തുപ്പിയാൽ ഒരു തുപ്പിന് $10 ശിക്ഷ എന്ന് പറയുക. അപ്പം നമുക്ക് ഈ ചിട്ടയും ക്രമവുമില്ല. ചിലർ ഇടത്തും വലത്തും കാർക്കിച്ച് തുപ്പും. പഴം നിന്നിട്ട് തൊലി റോഡിൽ തന്നെ വലിച്ചെറിയും. വേസ്റ്റ് എല്ലാം റോഡിലെറിയും. ഗതികേടിന് പബ്ലിക് റോഡ് എന്നതിൻ്റെ പൊതു തർജ്ജമ, പബ്ലിക് റോഡിൻ്റെ മലയാള തർജ്ജമ പൊതു നിരത്തെന്നാണ്. പല ആൾക്കാരും കരുതിയിരിക്കുന്നത് പൊതുവായ സാധനം മൊത്തം നിരത്താനുള്ള സ്ഥലം പൊതു നിരത്ത്. ഈ കാഴ്ചപ്പാടില്ല പോവുക. അപ്പോൾ നമ്മൾ മുറിക്കകത്ത് വൃത്തി വേണം, പഠിക്കുന്ന ക്ലാസ് റൂമിൽ വൃത്തി വേണം, പിന്നെ മുറ്റത്ത് വൃത്തി വേണം. പ്രപഞ്ചബന്ധം. പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക, പ്രപഞ്ചത്തെ നമ്മൾ സ്നേഹിക്കുക. ഇന്ന് പ്രകൃതിയുടെ സ്വാഭാവിക നന്മകൾ മുരടിച്ചു പോയിട്ട് തിന്മ പെരുകുന്ന കാലമാണെന്ന് ഓർക്കണം. ഇന്ന് തുമ്പി, ശലഭം, നല്ല പൂമ്പാറ്റകൾ, വർണ്ണശലഭങ്ങൾ, പുൽത്തകിടികൾ, പുഴകൾ, തോടുകൾ എല്ലാം തീർന്നു പോകുമ്പോൾ ഇന്നുള്ളത് മുപ്പിടി വണ്ട്, പാറ്റ, കൊതുക്, ഈ ഐറ്റങ്ങൾ പെരുകുന്ന ലോകമാണ്. അപ്പോൾ തിന്മയുടെ ലോകം പെരുകുമ്പോൾ നന്മയെ വർദ്ധിപ്പിക്കുന്ന, നന്മയെ വളർത്തുന്ന യുവജനങ്ങളായിട്ട് നമ്മൾ മാറണം ലോകത്ത്. അപ്പം 4 ബന്ധങ്ങൾ ഭംഗിയായി സ്ഥാപിക്കുക. 1 ദൈവത്തോട്, 2 മനുഷ്യരോട്, 3 മനസ്സാക്ഷിയോട്, 4 പ്രകൃതിയോട്. എങ്കിൽ 4 കടപ്പാടുകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മർത്തോമാ സഭയിൽ ഒരു മർത്തോമാ ക്രിസ്ത്യാനി എന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് 4 കടപ്പാടുകൾ. 4 ബേസിക് ഒബ്ലിഗേഷൻസ് ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്. ഓരോ മനുഷ്യവ്യക്തിയുടെയും അടിസ്ഥാനപരമായ 4 കടപ്പാടുകൾ. 1 ഈശ്വരനോട്, 2 പേരൻസിനോട്, 3 ഗുരുക്കന്മാരോട്, 4 സഹജീവികളോട്. ഇത് നിറവേറ്റാൻ പറ്റണം. യുവജന പ്രസ്ഥാനത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ 4 കടപ്പാടുകൾ ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ ജീവിക്കണം. 1 ദൈവത്തോട്. ദൈവത്തോടുള്ള കടപ്പാട് നിറവേറ്റുന്നത് നൽകപ്പെട്ട സമയത്ത് ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്താൽ മതി.
ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. അതിന് വിളിക്കുന്ന വാക്കാണ് കർമ്മമാർഗം. കർമ്മമാർഗം. നൽകപ്പെട്ട ജോലി ഏൽപ്പിക്കപ്പെട്ട സമയത്ത് നന്നായിട്ട് ചെയ്യുക. അങ്ങനെ ഏൽപ്പിച്ച ജോലി നന്നായിട്ട് ചെയ്തവർ പുൽക്കൂടിലെ പൈതലായ യേശുവിനെ കണ്ടു. ആട്ടിടയന്മാർ അവർക്കൊരു പണിയേ ഉള്ളൂ. ആടിനെ മേയിക്കുക, ചെന്നായിന്ന് രക്ഷിക്കുക, മോഷ്ടാക്കളിൽ രക്ഷിക്കുക. ആ പണി ഭംഗിയായിട്ട് ചെയ്തു. അവർ കർത്താവിനെ കണ്ടെത്തി. നിങ്ങൾ പഠിക്കുന്നവർ ശരിക്കും പഠിക്കണം. മറ്റൊന്നിലേക്ക് തിരിയല്ല, ശരിക്കും പഠിക്കണം. കർമ്മമാർഗം. ജോലി ചെയ്യുന്നവർ മേടിക്കുന്ന ശമ്പളത്തിന് ആനുപാതികമായി പണിയെടുക്കണം. എന്ത് റോളാണ് ദൈവം തന്നത് അത് ഭംഗിയായി നിറവേറ്റണം. ഇതാണ് ദൈവത്തോടുള്ള കടപ്പാട്. നൽകപ്പെട്ട സമയത്ത് ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്ത് കടന്നു പോവുക. 2, മാതാപിതാക്കളോട് കടപ്പാട്. ഒരിക്കലും നിങ്ങളുടെ വാക്കും നിങ്ങളുടെ സംസാരവും അമ്മയുടെ കണ്ണ് നിറയ്ക്കരുത്, അപ്പൻ്റെ മനസ്സ് മുറിക്കരുത്. മാതാപിതാക്കൾ ദൈവം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വളർച്ചയിൽ ഏറ്റവും ശ്രദ്ധിക്കുന്നത് പേരൻസാണ്. ശരിക്കും പഠിച്ചു വളർന്ന് ഒരു നല്ല മകനായി മാറുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് അപ്പനമ്മമാരാണ്. അത് നമ്മുടെ സമൂഹത്തിൽ എന്നും മനസ്സിൽ ഓർമ്മ വേണം. മാതാപിതാക്കളോട് കടപ്പാട്. തമിഴൻ്റെ വിശുദ്ധ ബൈബിൾ എന്ന് വിളിക്കുന്ന പുസ്തകമാണ് തിരുക്കുറൾ. തിരുക്കുറൾ എഴുതിയത് തിരുവള്ളാവൂർ. തിരുക്കുറൾ എഴുതിയപ്പോൾ അതിനകത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര്, അമ്മയാര്? 1, നല്ല പേരും പ്രശസ്തിയുള്ള മക്കളെ കിട്ടുന്ന അപ്പനും അമ്മയാണ്. മറുപടി അല്ലേ അല്ല. വാർദ്ധക്യത്തിൽ മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന അപ്പനും അമ്മയുമാണ്. മറുപടി അല്ലേ അല്ല. 3, എങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര്, അമ്മയാര്? തിരുവള്ളാവൂർ കുറിച്ച് വെച്ചു. അപ്പനോടും അമ്മയോടും നാട്ടുകാർ ചോദിക്കണം, ഇത്രയും നല്ല ഒരു മകനെ കിട്ടാൻ, ഇത്രയും നല്ല ഒരു മകളെ കിട്ടാൻ ഏതു പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഇത്രയും നല്ല മകനെ കിട്ടാൻ, മകളെ കിട്ടാൻ ഏതു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്? ആ വിധത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ മാതാപിതാക്കളുള്ള കടപ്പാട് പൂർത്തിയായി. അപ്പോൾ 1 ദൈവത്തോട്, 2 മാതാപിതാക്കളോട്, 3 ഒരു കടപ്പാട് നമുക്കുണ്ട്. ആ കടപ്പാട് ആരോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തോട്. നിങ്ങൾ ശരിക്കും പഠിച്ചു വളർന്ന് ഒരു നല്ല പൗരനാകുമ്പോൾ ഇന്ത്യ രക്ഷപ്പെട്ടു. നമ്മളായിരിക്കുന്ന ഒരു മേഖല രക്ഷപ്പെട്ടു. ഒരു മേഖലയ്ക്ക് പ്രകാശം വരുമ്പോൾ അത് മറ്റു മേഖലകളിലേക്ക്. പഠിക്കാതെ ഉഴപ്പിയാൽ നമ്മുടെ മേഖല ഇരുണ്ടു, എൻ്റെ സഭ ഇരുണ്ടു, എൻ്റെ രാജ്യം ഇരുണ്ടു, എൻ്റെ പഞ്ചായത്ത് ഇരുണ്ടും. പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി നന്മ ചെയ്ത് പ്രകാശിപ്പിക്കാൻ കഴിയണം. അപ്പോൾ 1 ദൈവത്തോട് കടപ്പാട്, 2 മാതാപിതാക്കളോട്, അതുപോലെ തന്നെ ഗുരുജനങ്ങളോട് കടപ്പാടുണ്ട്. ശരിക്കും ഒരു വിദ്യാർത്ഥി പഠിച്ച് നല്ല സ്ഥാനത്തെത്തുമ്പോൾ അധ്യാപകർ അഭിമാനിക്കും. ഞാൻ പഠിപ്പിച്ച കുട്ടിയാ അഭിമാനത്തോടെ പറയും, അഭിമാനത്തോടെ. അവസാനം 4 സഹജീവികളോട് നമുക്ക് കടപ്പാടുണ്ട്. നിങ്ങൾ ജനിച്ച ലോകത്തേക്കാൾ അല്പം കൂടി വെളിച്ചമുള്ള ലോകത്ത് നമ്മൾ ജീവിക്കണം. നമ്മൾ ജനിച്ച ലോകത്തേക്കാൾ അല്പം കൂടെ മെച്ചപ്പെട്ട ലോകം. നമ്മൾ മരിക്കുമ്പോൾ അല്പം കൂടി മെച്ചപ്പെട്ട ലോകമാകണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതുവഴി അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റണം. ഈ പ്രപഞ്ചം മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനല്ലേ. ഒരു തെങ്ങിൽ 100 തേങ്ങ. ഏതെങ്കിലും തെങ്ങ് പറയോ തേങ്ങാക്കൊല കാലാകാലം സൂപ്പർ ഡെക്കറേഷൻ തോളെ തന്നെ നിൽക്കട്ടെ? ഇല്ല. 5-8 മാസമാകുമ്പം തേങ്ങ പൊഴിച്ചിട്ട് പറയും വെള്ളവും വളവും തന്നതല്ലേ, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ പൊതിച്ച് ഭക്ഷിക്കുവിൻ എന്നും പറഞ്ഞ് തേങ്ങ പൊഴിച്ച് തരും. ഒരു വാഴയിൽ 150 കായുള്ള നേന്ത്രക്കൊല, ഒരു മുഴുത്ത വാഴക്കൊല. ഏതെങ്കിലും വാഴക്കൊല പറയുമോ കുനിയുന്ന ഹിസ്റ്ററി ഇല്ല, വളയുന്ന നേരത്തെ ഉദിക്കുന്നില്ല, സ്കട്ട് മിസൈൽ പോലെ മുകളിലോട്ട് ഷൂട്ടപ്പ് ചെയ്ത് പൊങ്ങുകയാണെന്ന് പറഞ്ഞ് ഒരു വാഴക്കൊലയും പൊങ്ങുകയല്ല. 5-8 മാസമാകുമ്പോൾ പറയും വെള്ളവും വളവും തന്ന ചപ്പിട്ട് ചവറിട്ട് ചാല് വെട്ടി നിങ്ങളെന്നെ കാത്തതല്ലേ, ഇതിൻ്റെ ശരീരമാകുന്നു, വെട്ടി ഭക്ഷിക്കുവിൻ. വെട്ടുമ്പം പറയും ഇതിൻ്റെ രക്തമാകുന്നു, ശക്തിയായി വീഴാതെ സൂക്ഷിക്കുവിൻ. തെങ്ങിൻ്റെ തേങ്ങ മറ്റുള്ളവർക്ക്, വാഴയുടെ കൊല്ലം മറ്റുള്ളവർക്ക്, കോഴിയുടെ മുട്ട മറ്റുള്ളവർക്ക്, പശുവിൻ്റെ പാലും മറ്റുള്ളവർക്ക്. പക്ഷേ ആർക്കും കൊടുക്കാതെ സ്വാർത്ഥതയിൽ ജീവിക്കുന്നത് നമ്മൾ മാത്രമാണ്. ഒരു പള്ളി തിരുനാളിന് വൈകുന്നേരം കുരിശുപള്ളിയിൽ ഒരു പ്രസംഗം, ഉച്ച കഴിഞ്ഞ് 3:30 പള്ളിയിൽ ചെന്നു. പ്രായമുള്ള അച്ഛനോട് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ചായയും കുടിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ 10 ചെറുപ്പക്കാരിയായിരുന്നു ഒരു മുഴുത്ത കമുകന്തടി അടയ്ക്കാമരം ചുവന്നുകൊണ്ട് പോകുന്നു.
തോരണം കെട്ടി അലങ്കരിച്ചോണ്ട് എന്തോ കൊടിമരം പോലെ നാട്ടാൻ വേണ്ടിയാണ്. 10 പേര് കൂടി ചുമക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ഏലയ്യ ഐലസ, ഒത്തുപിടിയിട, ആഞ്ഞുപിടിയിട, അള്ളിപ്പിടിയിട, അമുക്കിപ്പിടിയിട, ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുക. ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോഴുണ്ട് 10 പേര് കൂടി ചുമക്കുമ്പോൾ 5 അവന്മാരുടെ കാല് നിലത്ത് മുട്ടിയിട്ടേ ഇല്ല, ഇമാർ തൂങ്ങിക്കിടക്കുക. ഈ 5 പേര് അവരെ കൂടെ ചുമക്കണം. ഇതാണ് പലപ്പോഴും നമ്മൾ അവരുടെ ഭാരമായി തീരാതെ ഭാഗ്യമായി തീരണം. കൊച്ചു കൊച്ചു നന്മ ചെയ്യണം. അതിനുള്ള പരിശീലനമാണ് യുവജന സംഘത്തിൽ പ്രവർത്തിക്കുമ്പോൾ സഭ നമുക്ക് തരിക. ഇനി നിങ്ങൾക്കും എനിക്കുമുള്ള 5 സമ്മാനങ്ങളുണ്ട്. അത് കാണുമ്പോൾ മണിക്കൂറിനെ പൂർത്തീകരിക്കാം. 5 സമ്മാനങ്ങൾ ദൈവം നമുക്ക് തന്നു. 1, മനുഷ്യന് മാത്രമേ ദീർഘസമയം നേരെ നിൽക്കാൻ പറ്റൂ. നേരെ നിൽക്കാൻ പറ്റുന്ന ഏക ജീവി മനുഷ്യൻ. സർക്കസ് കൂടാരത്തിൽ കുരങ്ങും കരടിയും അല്പസമയം 2 കാലം നിന്നിട്ട് 4 കാലം തിരിച്ചു വീഴും. ദീർഘസമയം പാത ഊന്നി നട്ടെല്ലാം നിർത്തി നേരെ നിൽക്കാൻ പറ്റുന്ന ഏക ജീവി മനുഷ്യൻ. 2, മനുഷ്യന് മാത്രമേ സുന്ദരമായി ചിരിക്കാൻ പറ്റൂ. പട്ടി ഇളിച്ചു, മനുഷ്യൻ ചിരിച്ചു. ചിരി മനുഷ്യനെ വശീകരിക്കും. നിങ്ങൾ വീട്ടിൽ നിന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഇറങ്ങുമ്പോൾ വീട്ടിലെ പട്ടി വരാന്തേ കിടന്ന് വാലുപാട്ടി ഒന്ന് ചിരിച്ചാലോ ചപ്പട്ടി ഇളിക്കുന്നോ ഒരു തൊഴിയും കൊടുത്തിട്ട് പോകും. അതേസമയം എൻ്റെ കൂട്ടുകാരി നെല്ലിക്ക ചെറുനാരിങ്ങ വായിലിട്ടതുപോലെ കവളും പെരുപ്പിച്ച് പോയാൽ ഒരു ടെൻഷൻ. ചിരിക്കുമ്പം ടെൻഷനായിരുന്നു. ഈ ലോകത്ത് ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അത് ആണുങ്ങൾക്ക് അറിയത്തുള്ളൂ, പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല. ചിരി, ഏറ്റവും നല്ല ചിരി ദൈവം സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് എത്ര മനപ്രയാസമുള്ള അപ്പനും പുറത്ത് പോയി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അമ്മയൊന്ന് ചിരിച്ചോ അപ്പൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകെട്ട് പോലെ ഉരുകിപ്പോവും. പക്ഷേ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങ പോലെ മോന്ന് നീട്ടി ഒറ്റപ്പെടുത്തും. അത് കാണുന്ന അപ്പൻ്റെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ഷൂട്ട് ചെയ്ത് അങ്ങേയറ്റമാവും. ചിരിച്ചാൽ നേടാൻ പറ്റും. ചിരി ദൈവം തന്ന സമ്മാനമാണ് ചിരി. അപ്പം പിശുക്കില്ലാതെ ചിരിക്കണം. സന്തോഷത്തോടെ നമ്മൾ ചിരിക്കണം. ചിരിക്കാൻ ദൈവം മനുഷ്യൻ തന്നിരിക്കുന്ന ഒരു വലിയ കഴിവ്. അപ്പോൾ 1, നേരെ നിൽക്കാനുള്ള കഴിവ്. 2, ചിരിക്കാനുള്ള കഴിവ്. 3, മനുഷ്യന് മാത്രമേ ചിന്തിച്ച് സംസാരിക്കാൻ പറ്റൂ. റിഫ്ലക്റ്റ് ആൻഡ് ടോക്ക്, അത് മനുഷ്യന് മാത്രമേ പറ്റൂ. പട്ടിക്ക് തോന്നുമ്പം കുരയ്ക്കും, പൂച്ചയ്ക്ക് തോന്നുമ്പം കാറും. നമുക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, വേണമെങ്കിൽ വർത്തമാനം പറയാം. നമുക്ക് മാത്രമേ ചിന്തിച്ച് സംസാരിക്കാൻ പറ്റൂ. ചിലപ്പോഴൊക്കെ യുവത്വത്തിൽ ചിന്തയില്ലാത്ത സംസാരങ്ങൾ സൗഹൃദങ്ങളെ മുറിച്ചിട്ടുണ്ട്. ചിന്തയില്ലാത്ത വർത്തമാനങ്ങൾ സാഹോദര്യത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും പല വഴക്കിൻ്റെയും കാരണം ചിന്തിക്കാത്ത അപ്പൻ്റെയും അമ്മയുടെയും മറുപടിയല്ലേ. ഒരാഴ്ച അമ്മനായിട്ട് പിണങ്ങിയിരുന്നു. ഞായറാഴ്ച അപ്പൻ പള്ളിയിൽ പോകാൻ തുടങ്ങുമ്പോൾ അമ്മ ഇണങ്ങാൻ വേണ്ടി ചെന്ന് ചോദിച്ചു, ഏതാണ്ട് തപ്പുക, എന്നാ മനുഷ്യ നിങ്ങളുടെ കാണാതെ പോയേ? നിൻ്റെ അമ്മയുടെ വാഴക്കൊല, തൻ്റെ അപ്പൻ്റെ തേങ്ങാക്കൊല, ഇങ്ങനെ വഴക്കുണ്ടാക്കാം. ആവശ്യമില്ലാത്ത വർത്തമാനം. ഭർത്താവ് ഒരു നല്ല നീല പാൻസ് ഇട്ടു, ചുവന്ന ഷർട്ടിട്ടു, ഒരു മഞ്ഞ മഫ്ലറും കരുതി ചുറ്റി. ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയുണ്ടടി? എന്നെ കണ്ടാൽ പ്രതീക്ഷിച്ച മറുപടി, ചേട്ടനെ കണ്ടാൽ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നു, എടുത്തടിച്ചതുപോലെ കേമമായിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവൻ്റെ മറുപടി, സത്യവാടി, 20 വർഷമായിട്ട് നിന്നെപ്പോലെ ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ വിവേകമില്ലാത്ത വർത്തമാനം. ഇപ്പം നമ്മൾ ചിന്തിച്ച് വർത്തമാനം പറയാൻ പഠിക്കണം, ചിന്തിച്ച് സംസാരിക്കുക. ഇപ്പോൾ 1, നേരെ നിൽക്കാനുള്ള കഴിവ്. 2, ചിരിക്കാനുള്ള കഴിവ്. 3, ചിന്തിച്ച് സംസാരിക്കാനുള്ള കഴിവ്. 4, മനുഷ്യന് മാത്രമേ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ പറ്റൂ. ഒരു കാക്ക 1980 ഉണ്ടാക്കിയ കാക്കക്കൂടും 2000 കാക്കക്കൂടും 2030 കാക്കക്കൂടും ഒരേ ഷേപ്പ്. ഒരു ചെതൽ 100 വർഷം ഉണ്ടാക്കിയ ചെതൽപ്പറ്റും ഇന്നുണ്ടാക്കുന്ന ചെതൽപ്പറ്റും 100 വർഷം കഴിഞ്ഞ് ഉണ്ടാക്കുന്ന ചെതൽപ്പറ്റും ഒരേ ഷേപ്പ്. നമ്മളാരെല്ലാം കണ്ടിട്ടുണ്ടോ മൊസൈക്കിട്ട കാക്കക്കൂട്, ടൈൽസ് ഒട്ടിയ ചെതൽപ്പറ്റ്? പക്ഷെ നമുക്കോ ഒരു 50 വർഷം മുമ്പ് പുല്ലുമേഞ്ഞ വീട്, ഓലയിട്ട വീട്, ഓടിട്ട വീട്, നാഗപ്പാളി, ആസ്പെറ്റാസ്, ഇന്നേതെല്ലാം നിലകളാണ്. ഒരു വീട്ടിൽ തന്നെ ഒരു നില, പല നില, ബഹുനില, പരലോകത്ത് നില, പാതാളത്തിൽ നില, അങ്ങേ ലോകത്ത് നില, ഇങ്ങനെ ക്രിയാത്മകമായി മനുഷ്യൻ പ്രവർത്തിക്കുന്നത് കാണാം. മനുഷ്യൻ ക്ലോണിങ് കണ്ടുപിടിച്ചു. ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ
ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള കഴിവ്. ഒരു കവിത എഴുതാൻ പറ്റുന്ന ആൾ ചുമ്മാ കവിതകൾ എഴുതി തുടങ്ങണം. കഥ എഴുതാൻ പറ്റുന്ന കഥ എഴുതണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ ഒരു വലിയ ശക്തിയായി നമുക്ക് മാറാൻ പറ്റും, ബലമുള്ളവരായി. അവസാനമായി മനുഷ്യൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത തിരഞ്ഞെടുക്കാൻ കഴിവുള്ള മൃഗം. പണ്ട് അരിസ്റ്റോട്ടിൽ മനുഷ്യനെ നിർവചിച്ചു, മാൻ ഈസ് എ റാഷണൽ ആനിമൽ. ഇന്ന് പറയും മാൻ ഈസ് എ ചൂസിങ് ആനിമൽ. തിരഞ്ഞെടുക്കാൻ കഴിവുള്ളയാൾ. നിങ്ങളുടെയും എൻ്റെയും വില തിരഞ്ഞെടുപ്പില്ല. ശരിക്കും ഒരാൾ പഠിച്ച് തൻ്റെ റോൾ ഭംഗിയായിട്ട് നടക്കുമ്പോൾ നല്ല തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുക്കുന്ന ആളെ ലോകം ബഹുമാനിക്കും, മനുഷ്യൻ ആദരിക്കും. നമുക്ക് ഒരു പട്ടിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തള്ളപ്പട്ടിക്ക് പറയാൻ പറ്റിയല്ല. കുഞ്ഞുങ്ങൾ കുരച്ചു, ഞാൻ പഠിക്കാൻ പോവുക. തള്ളപ്പട്ടിയും കുഞ്ഞുപട്ടിയും ഒരുപോലെ. തള്ളപ്പൂച്ചയ്ക്ക് 3 കുഞ്ഞുങ്ങൾ. ഒരു കുഞ്ഞിന് പറയാൻ പറ്റുമോ, അമ്മ എലിയെ പിടിച്ചു, ഞാൻ വെറ്റിനറി ഡോക്ടറാകാൻ പോവുക? പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റും. റബ്ബർ വെട്ടുകാരൻ്റെ മോന് പറയാൻ പറ്റും, ഞാൻ അച്ഛനാകും, SI ആകും, പോലീസാകും, പട്ടാളക്കാരനാകും. അടുക്കള പണിക്കാരി അമ്മയുടെ മോക്ക് പറയാം, ഞാൻ ബാങ്ക് മാനേജരാകും, അഡ്വക്കേറ്റാകും, ടീച്ചറാകും. നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കുമ്പോഴാണ് മനുഷ്യന് ടെൻഷൻ, എല്ലാവരുടെയും ടെൻഷൻ. വിവാഹം ഒരു തിരഞ്ഞെടുപ്പ്. തലേ രാത്രിയിൽ പുരുഷൻ ഉലാത്തും, സ്ത്രീ കിടന്ന് ഉരുളും, അവസാനം ഒരു പെടൽ കുനിക്കുന്നു, പിന്നെ അവസാനം ഒരു ചരട് കെട്ടുന്നു. കല്യാണ സമയം എന്തൊരു ടെൻഷൻ. ഞാൻ കുറച്ച് നാൾ മുമ്പ് എൻ്റെ സുഹൃത്തായ കണക്കധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വടി കുലുക്കി വരച്ച് പിള്ളേരെ അടിച്ച് പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതി കട്ടിയില്ലാത്ത ഒരു ചീപ്പ് നൂലിൽ കെട്ടിതാലി കോർത്ത് ഇവിടെ പെടലിയെ കെട്ടുമ്പം ഇവൻ്റെ കൈ ഉറയ്ക്കുന്നില്ല. ചിത്രശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടേ കൂടെ പറക്കണ പോലെ കൈ തെന്നി പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടി ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ ആശ്രമത്തിൽ വന്നു. ഞാൻ കേക്ക് ആസ്വദിച്ച് മുറിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. തമ്മിൽ മുഴുത്ത കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പം ഇവൻ്റെ തോളത്തിട്ട് ഞാൻ പറഞ്ഞു, പേടിത്തോണ്ട കണക്കധ്യാപക, എന്നാ വിരയാടാ വരച്ചത്. സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പം കുറേക്കൂടെ ധൈര്യമല്ലേ വരേണ്ടത്. അവൻ ചോദിച്ചു, അച്ഛ അത് വിറയാണെന്നാണ് അച്ഛനോർത്ത്. ഞാൻ പറഞ്ഞു, കൈ കിടങ്ങി തുള്ളുന്നത് വിറയല്ലാതെ വേറെ വല്ലതുമാണോ? പിന്നെ പൊന്നച്ചാ അത് വിരച്ചതല്ല, സഭയിലെ ഒരു കൂതാശയുടെ സ്വീകരണമല്ലേ, പിള്ളകളിയാണോ? വിരച്ചതല്ലച്ചാ പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. ഇപ്പം ഏറ്റവും വലുത് തിരഞ്ഞെടുപ്പാണ്. അപ്പം നിങ്ങൾ ചെറുപ്പക്കാരാ, ജീവിതം തിരഞ്ഞെടുക്കുക, പഠനം തിരഞ്ഞെടുക്കുക, നന്മയിൽ വളരുക, ക്രിസ്തു കേന്ദ്രീകൃതമായി സഭാകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ മർത്തോമ യുവജന സഖ്യത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇന്ന് പങ്കെടുത്തവർക്കും പങ്കെടുക്കാനുള്ളവർക്കും നല്ലവനായ കർത്താവ് ഭാഗ്യം തരട്ടെ. വന്നവനും വരുവാനുള്ളവനുമായ ആ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്ക് തിരികെത്തിച്ച് ഈ ഇന്നത്തെ കർമ്മം നമുക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. തിരികെത്തിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയും ചെയ്യും.